നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതുപോലെ ഉണ്ടല്ലോ നമ്മുടെ ചെടികളിൽ. ഇത് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം എന്ത് ഭംഗിയായിട്ടെന്നറിയാം നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് പൂവിട്ട് നിൽക്കുന്നത്. അപ്പം ഇതുപോലെ ഈ മെലസ്റ്റോമ പ്ലാന്റിനെയൊക്കെ വളർത്താൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ നിറച്ച് ഇങ്ങനെ ഇല കാണാതെ പൂക്കൾ വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നല്ലൊരു ടിപ്പ് കാണിച്ചു തരാം കേട്ടോ. മെലസ്റ്റോമ എന്നല്ലാട്ടോ നമ്മുടെ കയ്യിലുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാം കൊടുക്കുന്ന നല്ലൊരു വളമാണ്. അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾ, അതായത് പൂക്കളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ ഇതുപോലത്തെ കുറച്ച് മെലസ്റ്റോമ പ്ലാന്റ് ഒക്കെ മേടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വീടിൻ്റെ സൈഡിലായിക്കായിട്ട് 1, 2, 3 ചെടികളൊക്കെ നട്ടു കൊടുക്കും കേട്ടോ. നിത്യവും പൂക്കൾ തരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ചെടിയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്താണ് ഇന്നത്തെ വളർന്ന് കാണാം അല്ലേ. ഇന്നുണ്ടല്ലോ നമ്മൾ കാണിക്കുന്നത്, നമ്മളൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബീട്രൂട്ടിൻ്റെയൊക്കെ ആ ഒരു നമ്മൾ ചെത്തിയെടുക്കുന്ന തോലുണ്ടല്ലോ. അപ്പോൾ ഇനിയൊന്നും ആരും ഇനി മുതൽ അതൊന്നും കളയരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ റോസാ ചെടിയിലൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് നല്ല കളറോട് കൂടിയിട്ട് പൂക്കൾ ഉണ്ടാകാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് കാണാം അല്ലേ. ഇനി ഇതിലേക്കുണ്ടല്ലോ ഇത് നികക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ചേർക്കുന്നത് നമ്മുടെ മണ്ണിലെ സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇനി ഇത് 2 3 ദിവസം നല്ലോണം ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഇതൊന്ന് പുളിച്ചൊന്ന് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ സെറ്റാക്കി വെച്ച നമ്മുടെ ബീട്രൂട്ടിൻ്റെയും ഉള്ളിത്തോലും ഒക്കെ ആയിട്ടുള്ള ആ ഒരു വളം നല്ല കണ്ടോ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കണ്ടല്ലോ നമ്മൾ ഇതുപോലെ നല്ലോണം അരിച്ചെടുത്തിട്ട് നമ്മുടെ ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഈ ഒരു വെള്ളം. ഇനി അടുത്തതായിട്ട് ഈ ഒരു വളത്തിലേക്കുണ്ടല്ലോ നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂവിടാനും ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ NPK 19 ഉണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ ഇതിട്ട് കൊടുക്കുക. ഇനി ഇതല്ലെങ്കിൽ നമ്മുടെ എപ്സം സാൾട്ട്, അതൊക്കെ നമുക്ക് നല്ല ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പം ഇത് നമുക്കൊരു കുറച്ച് ഏകദേശം ഒരു 2 ഗ്രാം എടുക്കാം കേട്ടോ. 2 ഗ്രാം കണക്കിന് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലോണം വെള്ളം ചേർക്കണം കേട്ടോ. ഈ വളം ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 ലിറ്റർ ഉണ്ടാകും. അപ്പം നമുക്ക് ഇതിൻ്റെ ഇരട്ടി ഒരു 2 3 ലിറ്റർ വെള്ളം ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു വളം ഉണ്ടല്ലോ ഇതുപോലെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതും പൂക്കൾ വിരിയാതെ നിൽക്കുന്നതുമായ എല്ലാ ചെടികളിലൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി എന്നിട്ട് കുറച്ച് ചോട്ടിലും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെടികളുണ്ടല്ലോ ഭയങ്കര ഭംഗിയായിട്ട്, റോസ് ചെടിക്കൊക്കെ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ. ഏകദേശം നമ്മുടെ ഈ ബീട്രൂട്ട് വെള്ളത്തിൻ്റെ കളർ പോലെ തന്നെ പൂക്കൾക്ക് അത്രയും ഭംഗിയിലുള്ള കളറുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം ഇതുപോലെ നമ്മുടെ എല്ലാ ചെടിയുടെ ചോട്ടിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, നമ്മുടെ കയ്യിലുള്ള ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള എന്താ പറയുക പഴത്തിൻ്റെ തോല് അല്ലെങ്കിൽ ഉള്ളിത്തോല്, പിന്നെ ബീട്രൂട്ടിൻ്റെ തോല്,